ട്രൈബൽ പൂമാല എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഹോം പേജിൽ മഞ്ഞ പെയിന്റ് അടിച്ച ഒരു പള്ളിക്കൂടത്തിന്റെ ചിത്രമുണ്ട്. ഇതാണ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആ ഒരു പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മല കാണുന്നുണ്ട്. എന്താണ് അതിന്റെ പേര്? മലയോ കുന്നോ അങ്ങനെ എന്താണ് അതിന്റെ പേരറിയോ? പൂച്ചപ്ര. പൂച്ചപ്ര. കൊള്ളാലോ, പൂച്ചപ്ര. അതാ മലയുടെ പേരാണോ? അതെ. അപ്പൊ നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ മലയുടെ സൗണ്ട് ഒക്കെ കേൾക്കാറുണ്ടോ? മലയുടെ ശബ്ദം കേൾക്കാറുണ്ടോ? ഉണ്ട്. ഉണ്ട്. നല്ല കാര്യം. കൂടുതൽ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ ഹരിത വിദ്യാലയത്തിലേക്ക്. ഇനി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. നിത്യവും പൂക്കൾ വിരിയുന്ന മാമല, വർണ്ണവൈവിധ്യം ചൊരിയുന്ന പൂമല, കാടിന്റെ മക്കൾ വിളിപ്പേരു നൽകുന്നു, പൂക്കുന്ന മാമല പൂമാലയെ. അങ്ങനെയാണ് പൂമാല എന്ന പേരുണ്ടായത്. വർഷങ്ങൾക്ക് മുൻപ് വനമേഖലയായിരുന്ന കാടിന്റെ കിഴക്കേ വശത്തെ ഉയർന്ന മലനിരകളിൽ നിറയെ പൂത്തൊലിഞ്ഞു നിന്നിരുന്ന വൃക്ഷങ്ങളായിരുന്നു. 1950 ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പൂമാലയുടെ പ്രദേശത്ത് വനസംരക്ഷണത്തിനായി ആദിവാസി വിഭാഗങ്ങളെ താമസിപ്പിച്ചു. 1956 40 കുട്ടികളുമായി പൂമാലയിൽ LP സ്കൂൾ ആരംഭിച്ചു. ഇന്നിവിടെ 669 കുട്ടികളും 25 ടീച്ചേഴ്സും ഉണ്ട്. I would like to remind you that our school has been selected for the Haritha Vidyalayam reality show. മാം, ഇന്ന് നിങ്ങളിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള 3 മേഖലകൾ: ഒന്ന് പാഠ്യേതര പ്രവർത്തനങ്ങൾ, പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ; രണ്ടാമത്തേത് സാങ്കേതിക മികവ്; അടുത്തതായി സാമൂഹ്യ പങ്കാളിത്തം. അടുത്തതായി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. സ്കൂളിനെ അവതരിപ്പിച്ചത് ആരായിരുന്നു? അമിത. അമിത ഏത് ക്ലാസ്സിലാണ്? 6ാം ക്ലാസ്സിൽ. 6-ലെത്തിയേ ഉള്ളൂ. നല്ല ഭാവിയുണ്ട് കേട്ടോ. നന്നായിട്ട് അവതരിപ്പിച്ചു. നിങ്ങളുടെ ആ മലയുടെ പേരെന്താ പറഞ്ഞ? പൂച്ചപ്പാറയോ? പൂച്ചപ്ര. പൂച്ചപ്ര. എങ്ങനെയാ പേരിൻ്റെ ഒരു ഉദ്ഭവം? പൂച്ചകൾ ധാരാളമുള്ള കാടാണോ, അത് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ ആ പേര് വരാൻ? അതൊന്ന് അന്വേഷിക്കണേ കേട്ടോ. ഇവിടുത്തെ ആദിവാസികളോടൊക്കെ ചോദിച്ചാൽ, ആദിവാസികൾപ്പെട്ടവർ നിങ്ങളുടെ കൂട്ടുകാർ ഒരുപാടില്ലേ സ്കൂളിൽ? ചിലപ്പോൾ അവരുടെ മുതുമുത്തശ്ശന്മാർക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ മുത്തശ്ശിമാർക്ക് ചിലപ്പോൾ ആ കഥയൊക്കെ അറിയാമായിരിക്കും. പിന്നെ പൂമാല എന്നുള്ള പേര് ഇപ്പോൾ ഇട്ടതാണോ? നിങ്ങളുടെ ആ ഒരു കാരണമൊക്കെ പറഞ്ഞു പൂമാല എന്ന പേര് വരാൻ. അങ്ങനെയാണോ വന്നത്? അതെ. ആണോ? ആരാണ് ആ പേരിട്ടത്, കണ്ടുപിടിച്ചത്? മനോഹരമായ ഒരു പേര്. ആ പേര് കണ്ടുപിടിച്ച ആളിനെ പറ്റി എന്തെങ്കിലും അറിയാം? ആരെങ്കിലും? കുറേ കാലമായിട്ട് ആ പേരാണ് അല്ലേ? ശരി, ഏതായാലും നല്ലൊരു പേര്. ഈ നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ടോ? എത്ര കുട്ടികളാ? 1022 കുട്ടികളുണ്ട്. 1022. കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണോ കുറഞ്ഞു വരുന്നുണ്ടോ? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും നല്ല കാര്യമാണല്ലോ. വേറെ സ്കൂളൊന്നും ഇല്ലേ ആ ഭാഗത്ത്? ഞങ്ങളുടെ സ്ഥലത്ത്, ഞങ്ങളുടെ പൂമാലയിൽ ഒരു സ്കൂളേ ഉള്ളൂ. പൂമാലയിൽ ഒരു സ്കൂളേ ഉള്ളൂ. അല്ലെങ്കിൽ അടുത്ത സ്കൂളിലേക്ക് എന്ത് ദൂരമുണ്ട് അവിടുന്ന് ബസ്സിൽ കയറി പോയാൽ? 3 കിലോമീറ്റർ. 3 കിലോമീറ്ററേ ഉള്ളൂ. വലിയ ദൂരമൊന്നുമില്ല. എന്നിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈ കോശങ്ങളൊക്കെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി കാണുന്നത് അല്ലേ? അത് കണ്ടവരാരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ? ഏത് ക്ലാസ്സിലാണ്? 8ൽ. 8ാം ക്ലാസ്സുകാർ ആ മൈക്രോസ്കോപ്പിൽ കൂടിയൊക്കെ അത് നോക്കി കണ്ടോ? കണ്ടു. ഓ, എനിക്ക് അസൂയ തോന്നുന്നു. ഞാനൊന്നും ഈ പ്രായത്തിലൊന്നും മൈക്രോസ്കോപ്പൊന്നും കണ്ടിട്ടില്ല. എന്നിട്ട് ഈ ജന്തുകോശവും ജീവകോശവും തമ്മിൽ എന്താ വ്യത്യാസം കണ്ടത് അത് കൂടെ നോക്കിയപ്പോഴേ? ഞങ്ങൾ ജന്തുകോശവും ജീവകോശവും അല്ല കണ്ടത്, രക്തത്തിലെ കണികകളാണ് കണ്ടത്. രക്തത്തിലെ കണികകളാണ് കണ്ടത്. ജന്തുകോശം അവിടെ കാണിക്കുന്ന കണ്ടു പടത്തിലെ. ആ ക്ലാസ്സിലെ മോളല്ലേ? ആ ക്ലാസ്സിലല്ലേ? ഞങ്ങൾ ഡിവിഷൻ വേറെയാണ്. എന്നാലും അപ്പോൾ ജന്തുകോശവും ജീവകോശവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. പോർഷൻ ആയിട്ടില്ല അല്ലേ? അപ്പോൾ അതിനകത്ത് നോക്കി കാണണം കേട്ടോ. പിന്നെ രക്തത്തിലെ എന്തെന്നാ കണ്ടത് നിങ്ങൾ ഇത് കൂടെ നോക്കിയപ്പോഴേ? ചെറിയ ചെറിയ കോശങ്ങൾ കണ്ടു. രക്തത്തിലെ കോശങ്ങൾ കണ്ടു. എല്ലാവരുടെ രക്തത്തിലും ഒരുപോലെ ആണോ? ഒരുപോലെ. ആണോ? ആരുടെ സ്വന്തം രക്തമാണോ നോക്കിയത് അതോ വേറെ ആരുടെങ്കിലും ആണോ?
അതല്ല, സ്ലൈഡിലുണ്ടായിരുന്ന ഞങ്ങൾ നോക്കി. സ്ലൈഡിലോ? അത് ആരുടെ രക്തമാണെന്നൊന്നും അറിഞ്ഞൂടാ അല്ലേ? അറിയില്ല. ഈ രക്തത്തിന് നമ്മൾ എ ബി എന്നൊക്കെ ടൈപ്പ് പറയാറില്ലേ? അത് ഈ സാധനത്തിൽ കൂടെ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റുമോ എ ഗ്രൂപ്പാണോ ബി ഗ്രൂപ്പാണോ എന്നൊക്കെ? അത് ചോദിക്കണം കേട്ടോ. അതോ അതിന് വേറെ പരീക്ഷണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയം ചോദിക്കണം ടീച്ചർമാരോട്. ടീച്ചർമാർക്ക് അറിയില്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച് വന്ന് പറഞ്ഞു തരും. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതെ, കാണിച്ച് തരുന്നത് മാത്രം കണ്ടാൽ പോരാ. മലയാളം പഠിക്കുന്നവരാണോ എല്ലാവരും തന്നെ? ആണോ? അപ്പോൾ ഈ മലയാളം പഠിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കാറുണ്ട്. ആരെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ് ഈ മലയാളം പഠിക്കാൻ വേണ്ടി നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചതെന്ന്? മലയാളത്തിന്റെ പാഠ്യേതര പ്രവർത്തനത്തിൽ. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 9ാം ക്ലാസ്സിലെ ഒരു പാഠം പഠിക്കാൻ വേണ്ടി ആ പാഠത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ നിങ്ങളുടെ IT ക്ലബ്ബ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബ് ഉപയോഗിച്ചതെന്നൊന്ന് പറയുമോ? ഞങ്ങൾക്ക് മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഞങ്ങളെ കാണിച്ചു. അതേത് പാഠവുമായിട്ട് സംബന്ധിച്ചാണ്? അത് 3ാം പാഠം, മലയാളത്തിന്റെ 3ാം പാഠം. എന്താ പേരെന്താ പാഠത്തിന്റെ? സൃഷ്ടിശക്തികൾ. എന്താണ്? സൃഷ്ടിശക്തികൾ ഞങ്ങൾ. സൃഷ്ടിശക്തികൾ. എന്നിട്ട് ഏത് സിനിമയാണ് കണ്ടത്? അത് മോഡേൺ ടൈംസ്. എന്നിട്ട് അതും ഇതുമായിട്ട് എന്തായിരുന്നു ബന്ധം? അത് ആധുനിക കാലത്തില് യന്ത്രവൽക്കരണം അത് നമ്മുടെ നിത്യജീവിതത്തില് എത്ര ദൂരം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, അതുകൊണ്ടുള്ള ദോഷങ്ങൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ചാർലി ചാപ്ലിന്റെ ഒരു പ്രശസ്ത ചിത്രമാണത്, മോഡേൺ ടൈംസ്. എന്നിട്ട് ആ ചിത്രം കണ്ടിട്ട് നിങ്ങൾ ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയോ? അതോ നിങ്ങൾ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി? എന്താ ചെയ്തത് നിങ്ങൾ? ചർച്ച നടത്തി. അപ്പോൾ രസതന്ത്ര ക്ലാസ്സിൽ അത് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു പാഠവുമായിട്ട് അനുബന്ധിച്ച് ഈ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും കാണിക്കുകയോ അല്ലെ നിങ്ങൾ ചെയ്യാനോ ഇടയായോ? പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിച്ചപ്പോൾ അത് പീരിയോഡിക് ടേബിളിന്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ ഇന്റർനെറ്റൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ പഠിച്ചത്. എന്താണ് ഉപയോഗിച്ചത് നിങ്ങൾ? മെന്റലി എഫിന്റെ രസതന്ത്രത്തിൽ മെന്റലി എഫിന്റെ ആവർത്തന പട്ടികയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഇന്റർനെറ്റിൽ നിന്ന്. ആ പ്രോഗ്രാമിന്റെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? അതൊരു പഠന വിഷയമായിട്ടാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അത് ശരി. അപ്പം ടീച്ചർ അത് കാണിച്ചു തന്നോ? അതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് ഓർമ്മയുണ്ടോ? ടീച്ചർ പറഞ്ഞു തന്നോ? വിക്കിപീഡിയന്ന് ഡൗൺലോഡ് ചെയ്യാം. വിക്കിപീഡിയ മോൾക്ക് വേണമെങ്കിലും എഴുതി എന്തെങ്കിലും ഇടാം. അതല്ലാതെ വേറൊന്നും കാണിച്ചു തന്നില്ല. ഫിസിക്സ് ജോഗ്രഫി പഠിപ്പിച്ചപ്പോഴോ ഭൂമിശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ സാങ്കേതിക മികവാണ് വലിയൊരു ശക്തി മേഖലയായി കാണിച്ചിരിക്കുന്നത്. അപ്പം സാങ്കേതിക മികവ് നിങ്ങളുടെ പഠനത്തിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാനാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അല്ലെ മോളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്. നിങ്ങൾ ടീച്ചർ എഴുതി തന്നാൽ ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ ജോഗ്രഫിയിൽ അഗ്നിപർവ്വതങ്ങളെ കുറിച്ചുള്ളതിൽ ഇത് IT ഉപയോഗിച്ചാണ്. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് കണ്ട് നിങ്ങൾ? അഗ്നിപർവ്വതങ്ങൾ അതിൻ്റെ ഉള്ള മാഗ്മയെ കുറിച്ചൊക്കെ, ആ മാഗ്മ അതിൻ്റെ ഉപരിതലത്തിലോട്ട് എത്തുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ മറ്റ് IT CD ഒക്കെ ഇട്ടാണ് ഞങ്ങൾ കണ്ടത്. ഈ അമൃത കൃഷ്ണൻ, ആതിര കൃഷ്ണൻ 8ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അതെ. നിങ്ങൾക്ക് ഈ SV വേണുഗോപൻ നായരുടെ വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള ഒരു കഥ പഠിക്കാനുണ്ട് അല്ലേ? അതെ. പഠിച്ചോ? ഇല്ല, സെക്കൻഡ് അത് എത്തിയിട്ടില്ല അല്ലേ? ഇല്ല. പോട്ടെ, അതേ പേരുള്ള വേറൊരു പ്രസിദ്ധമായ കഥ കേട്ടിട്ടുണ്ടോ? വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള വേറെ ഏതെങ്കിലും കഥ? ഇല്ല. ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും എനിക്ക് കേട്ടാൽ, ഇല്ലേ? തകഴിയുടെ ഒരു കഥയുണ്ട്, എന്ത് വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞിട്ട്. കേട്ടോ? ഇപ്പൊ കേട്ടില്ലേ? ഇനി നിങ്ങൾ അവിടെ കാര്യമായിട്ട് നടത്തുന്ന ഈ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? കലാ പരിശീലനം നൽകാറുണ്ട്. എന്തൊക്കെ കലകളാ പരിശീലനം? പ്രാദേശികമായി അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള ട്രൈബൽ മേഖലയാണ്. അവിടെയുള്ള പരിചയമുട്ടുകളി, കോൽക്കളി അടക്കമുള്ള ആ വിഭാഗത്തിന് പ്രത്യേകമായ പരിചയമുട്ടുകളി ഉണ്ടോ? ഉണ്ട്. കോൽക്കളിയൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ കേരളത്തിൽ പൊതുവായിട്ടുള്ളതല്ലാതെ അവരുടേതായ ഒരു ശൈലിയിലുള്ള പരിചയമുട്ടുകളിയും കോൽക്കളി, കമ്പുകളി എന്നതിന് പറയാ. കമ്പുകളി. അതെ, അത് പരിശീലിപ്പിക്കാറുണ്ട്. പിന്നെ ചെണ്ടമേളം, നൃത്തം. ഈ ചെണ്ടമേളത്തിലൊക്കെ പെൺകുട്ടികൾ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്, പെൺകുട്ടികളുണ്ട്. അവർ പരിശീലിക്കുന്നുണ്ടോ? ഉണ്ട്, പരിശീലിക്കുന്നുണ്ട്.
ഈ സമൂഹ കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്കൂളിൻ്റെ ഒരു ശക്തി മേഖലയായിട്ട് സമൂഹ കൂട്ടായ്മ തിരഞ്ഞെടുത്തത്? ഒന്ന്, ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചിരുന്നു. രക്ഷിതാക്കളുടെ ഇടപെടൽ വളരെ കുറവുള്ള ഒരു മേഖലയാണ്. കഴിഞ്ഞ 3 വർഷം മുമ്പ് ഞങ്ങളൊരു ജൂബിലി 50 വർഷം ആചരിച്ച സമയത്ത് സ്കൂളിനൊരു വിദ്യാലയ വികസന രേഖ ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു. ആ വികസന രേഖയുടെ പേരാണ് കളിത്തട്ട് പദ്ധതി ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. കളിത്തട്ട് പദ്ധതി എന്നാണ് വിദ്യാഭ്യാസ കളിത്തട്ട് പദ്ധതി പേര് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തനം, ഒരു മേഖല എന്ന് പറയുന്നത് പ്രാദേശികമായ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് ഇടപെടുത്താൻ കഴിയണം. അതുമാത്രമല്ല, ഒരുപാട് കുട്ടികൾ, ആ ഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്ക് എത്താതെ പുറത്തു നിൽക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ നോക്കുക, അന്ന് 50% കുട്ടികളാണ് ട്രൈബൽ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 70% നമുക്ക് വന്നിട്ടുണ്ട്. അത് ഈ ഒരു പ്രാദേശിക കൂട്ടായ്മയുടെ ഒരു വലിയ ഒരു 70% എത്തിയിട്ടുണ്ട്. 69 ഉണ്ട്. അപ്പോൾ അതൊരു കഴിഞ്ഞ 3 വർഷമായി പ്രാദേശിക നടത്തുന്ന ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ്. ഡിവിഷൻ പദ്ധതി ഈ വർഷം ഞങ്ങൾക്ക് 1ാം ക്ലാസ്സിൽ ഡിവിഷൻ പദ്ധതി, അതിൽ തന്നെ ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള കുട്ടികളുടെ എണ്ണം നമുക്ക് കൂട്ടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാൻ തോന്നുന്നത്. പ്രത്യേകിച്ചും ഈ സ്കൂൾ ആ മേഖലയിൽ വരുത്തുന്ന സാമൂഹികമായ മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സാംസ്കാരികമായ മുന്നേറ്റങ്ങളെക്കുറിച്ച് നമ്മുടെ PTA പ്രസിഡന്റ് പ്രിയപ്പെട്ട ശശികുമാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഏതാണ്ട് 15ഓളം ഗ്രാമങ്ങൾ, ആദിവാസി ഗ്രാമങ്ങൾ തന്നെയുള്ളൊരു പ്രദേശത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ പൂമാല എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും കർഷകരും കർഷക തൊഴിലാളികളുമാണ്. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് പുറത്തു പോയി പഠിക്കാനുള്ള ആവശ്യമായ സൗകര്യങ്ങളില്ല. ഈ വിദ്യാലയം മാത്രമാണ് പഠനത്തിലുള്ള ഏക ഒരു ഉപാധി. അപ്പോൾ അവിടെ കിട്ടുന്ന അവിടുത്തെ രക്ഷിതാക്കൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരും ഒത്തിരി വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കളുമില്ല. രക്ഷിതാക്കളൊക്കെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച ആളുകളാണ് കൂടുതലും. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശേഷിയും അവർക്കില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന് പറയുന്നത് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുണ്ട്. അവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ സ്കൂളിൽ ഹോസ്റ്റലുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഒരു ഹോസ്റ്റലുണ്ട്. എത്ര കുട്ടികളുണ്ട്? 85 കുട്ടികളോളം ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടി പെൺകുട്ടികളുടെ ഹോസ്റ്റലാണ് ഇപ്പോൾ. പെൺകുട്ടികളുടെ ഹോസ്റ്റലാണുള്ളത്. അപ്പോൾ ഇവരുടെ പഠനം സ്കൂളിൽ തന്നെ പരമാവധി ലഭ്യമാക്കാനുള്ള ശ്രമമാണ് PTA നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രൈബൽ സ്കൂളാണ്. ഈ കുട്ടികളെ കുട്ടികളെ നിങ്ങളവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ ഒരു അൺഈവൻനെസ് എന്ന് വെച്ചാൽ ഒരു 2 തരം ഒരേ സാമ്പത്തിക പശ്ചാത്തലമാണെങ്കിൽ പോലും 2 തരം ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവരുടെ പഠനത്തിൽ ഏതെങ്കിലും തരത്തിൽ ആ നിലയ്ക്കുള്ളൊരു അൺഈവൻനെസ് ഫീൽ ചെയ്യാറുണ്ടോ? അതെങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുക? അങ്ങനെ ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഉള്ളത് കൊണ്ടുള്ളൊരു പ്രത്യേകതയൊന്നും പഠന കാര്യത്തിൽ മറ്റു കുട്ടികളെ വേർതിരിച്ച് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ പഠനത്തിൽ സ്വാഭാവികമായിട്ട് കുറച്ച് പിന്നോക്കമാണ്. അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സ്കൂളിൽ ബോധപൂർവം നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഏത് തലത്തിലും. അവിടെ എളുപ്പമായതുകൊണ്ടായിരിക്കാം. അവിടെ നിങ്ങൾ ചെണ്ട പഠിപ്പിക്കുമ്പോൾ കേട്ടത് ശിങ്കാരി മേളത്തിൻ്റെ താളമാണ്. അതാണോ ചെണ്ട? ആരാ ചെണ്ട കൊട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? പറയൂ. വേറെ പഠിപ്പിച്ചിട്ടുണ്ടോ? വേറെ താളം പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. തൂക്കമേളത്തിന്റെ എണ്ണം ഉണ്ട്. ഇപ്പൊ തൂക്കമേള ഒന്ന് ഒരു കാര്യം ചെയ്യും, ഒരു മേളത്തിന്റെ ഒരു അതിന്റെ വായ്ത്താരി എന്ന് പറഞ്ഞേ മാഷ് പഠിപ്പിച്ചത്. ധിങ്കട്ട ധിങ്കട്ട കെട്ട തതി തരി കിട്ട ധിങ്കട്ട ധിങ്കട്ട കെട്ട തതി തരി കിട്ട തക തക തക് കിട്ട കെട്ട തതി തരി കിട്ട ററ കിട്ട കെട്ട തതി തരി കിട്ട തക്കിട്ട തർദം കെട്ട തതി തരി കിട്ട ധിങ്കട്ട ധിങ്കട്ട കെട്ട തതി തരി കെട്ട ധിങ്കട്ട കെട്ട തതി തരി കിട്ട തക്കതാം തക്ക 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 തീയൻ 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 എന്തി 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 എൻ തരി കെട്ട കെട്ട തതി തരി കെട്ട കെട്ട തതി തരി കെട്ട കെട്ട തതി തത്താം തരി കെട്ട കെട്ട തതി തത്താം തരി കെട്ട കെട്ട തതി തരി കെട്ട കെട്ട തതി തരി കെട്ട കെട്ട തതി തക്കിട്ട കിട്ട തതി തകതാം തരി കെട്ട കെട്ട തതി താം. താങ്ക് യു. ഇനി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന സ്കോർ 83 out of 100.